അപ്പൊ ഈ സെയിം നമ്മൾ പഠിച്ച അത് തന്നെ നമ്മൾ വേറൊരു ആംഗിളിലോ നോക്കണമെന്ന് മാത്രമേ ഇല്ല അത് കേട്ടോ. നോക്കുക, there is no correct number of words that should make a sentence. The length of sentence depends on what you want to say. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതായത് നമ്മൾ എത്രമാത്രം നമ്മൾ സെന്റൻസിന് എന്ത് വലിപ്പമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ അല്ല പ്രധാനം. നമുക്ക് എന്താണ് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞോ. ഓക്കെ. അപ്പൊ ലെങ്ത് ഓഫ് ദി സെന്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് യു വാണ്ട് ടു സേ. അപ്പോ ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മള് ആ പറയാനുള്ള കാര്യത്തിൽ നമ്മൾ നല്ല വണ്ണം ഡിസിപ്ലിൻഡ് ആയിരിക്കണം. കാരണം പറഞ്ഞാൽ നമുക്ക് വലിച്ചു വാരി പറയാൻ പാടില്ല. നമ്മൾ പറയുമ്പോൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് പറയുക, ആ കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന സെന്റൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഒരു മിസ്റ്റേക്കലായിട്ടുള്ള ചിന്താഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതായത് ഒരു സെന്റൻസ് എഴുതുന്ന സെന്റൻസിന് നല്ല നീട്ടം വന്നാൽ മാത്രമാണ് അതൊരു പെർഫെക്റ്റ് ആയി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ചിന്താഗതി പല ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണത്. അതായത് ബേസിക് എനിക്ക് പറയാനുള്ള കാര്യം ആ സെന്റൻസിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പൊ സെന്റൻസിന്റെ വലുപ്പത്തെ കുറിച്ച് ആരും ബോധേഡല്ല. ഒരു നമ്മൾ IELTSന്റെ എക്സാമുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടിരുന്നു അന്ന് കണ്ടിരുന്നു. അതായത് ഈ എന്താ പറയണേ, നമ്മൾ അവരുടെ കമന്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോ ഒരു അധ്യാപകം പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സെന്റൻസ് നീട്ടം കുറവാന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. എല്ലാരും പറയുന്നത് കോമ്പൗണ്ട് ഇല്ല, കോംപ്ലക്സ് ഇല്ല, സെന്റൻസ് ഫോർമേഷൻ പോരാന്ന് പറയുന്നത്. അതുകൊണ്ട് സെന്റൻസിന്റെ വലുപ്പത്തെ കുറിച്ച് ബോധമല്ല. ഓക്കെ, നോക്കുക. അപ്പൊ രണ്ടാമത് നോക്കുക, there is no correct number of words. Okay, this depends on what you want to say. Okay, other things to know about sentences. Short sentences, ചെറിയ സെന്റൻസ് എന്താ പെടുത്തുന്ന നോക്കിയേ, it sound choppy, റിച്ച് ആയിരിക്കും. ലോങ് സെന്റൻസ് it sounds boring. Okay, the best writing will consist of a mixture of short and long sentences. അപ്പൊ ഇപ്പൊ നമുക്ക് വേറൊരു ഇപ്പൊ ഇതിന്റെ നമ്മൾ പഠിച്ച വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ പറയാനുള്ള കാര്യം വലിച്ചു വാരി എഴുതുന്നേക്കാളും പകരം ചെറിയ സെന്റൻസ്, വലിയ സെന്റൻസ്, ചെറിയ സെന്റൻസ് അങ്ങനെ നീട്ടി കുറച്ച് എഴുതുമ്പോഴാണ് വായിക്കുന്ന ആൾക്കാർക്ക് ബോർ ആവാണ്ടിരിക്കുള്ളൂ. How do I make a compound sentence? When you have a two or more short or simple sentences which are equal weight, you can join them together using a special words called fanboys. അല്ലേ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. How do I make a compound sentence? നമുക്കിത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിരിക്കും. കാണുമ്പോ നമുക്ക് കാര്യം മനസ്സിലായി എന്താ നമ്മൾ ഞാൻ പറയാൻ പോകുന്നത് പിന്നെ നമുക്ക് മനസ്സിലായി അല്ലേ? ഫാൻ ബോയ്സ് നമുക്ക് കോമ വരണം. അതാണ് ഐ ഹേറ്റ് കറി എന്ന് പറഞ്ഞ സെന്റൻസ് ആണ്. ഐ ലൈക്ക് ടൈപ്പ് മറ്റേ സെന്റൻസ് ആണ്. ആ രണ്ടും കൂടെ ഫാൻ ബോയ്സ് വെച്ച് കുറിച്ചേർത്തേക്കാണ്. ഹൗ ഡു ഐ മേക്ക് എ കോംപ്ലക്സ് സെന്റൻസ്? കോംപ്ലക്സ് സെന്റൻസ് കണ്ടെയ്ൻസ് എ സിമ്പിൾ സെന്റൻസ് or a complete short sentence and one or more dependent clauses that depend on the conjunction for its meaning. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയം ചെറുതാണെങ്കിൽ സാഹിബ് ചെറുതായിട്ട് എഴുതാനും കാര്യം ബ്രില്യൻ്റ് ആയിട്ട് എഴുതേണ്ടതാണ്. അതായത് നമ്മൾ ഈ ബൈബിൾ വാക്യൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പാസ്റ്റർമാരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് കോംപ്ലക്സ് സെന്റൻസ് കാണുന്നത് സിമ്പിൾ സെന്റൻസ്. അതെന്താണത്? ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെ? ഒരു സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ്. അപ്പൊ ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം സിമ്പിൾ സെന്റൻസ് മാത്രം മതി. ഓർ എ കംപ്ലീറ്റ് ഷോർട്ട് സെന്റൻസ്. എ കംപ്ലീറ്റ് ഷോർട്ട് സെന്റൻസ് വെർബും ഒബ്ജക്റ്റും വേണം അല്ലെ? അല്ലെങ്കിൽ സബ്ജക്റ്റും വെർബും വേണം. അത് കഴിഞ്ഞിട്ട് വൺ ഓർ മോർ ഡിപ്പെൻഡന്റ് ക്ലോസസ്. ഇതാണ് ഇതിന്റെ ഏറ്റവും അധികം വാക്ക്. ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദി കൺജക്ഷൻ ഫോർ ഇറ്റ്സ് മീനിങ്. ആ കൺജക്ഷന്റെ മീനിങ് അനുസരിച്ചുള്ള ഡിപ്പെൻഡന്റ് ക്ലോസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ പണ്ട് പഠിച്ച നമ്മൾ കൺജക്ഷന്റെ മീനിങ് പഠിക്കുന്ന പറയാൻ കാരണം
അതായത് ബട്ട് ആൻഡ് ഓർ അതിനൊക്കെ ഡിഫറെന്റ് മീനിങ്. ആ മീനിങ് അതിനകത്ത് മീൻ ചെയ്തത് കേട്ടോ. ഹൗ ഡു ഐ മേക്ക് എ കോംപ്ലക്സ് സെന്റൻസ്? റൈറ്റ്, ഐ ലേൺ ദ ഗ്രാമർ വെരി ക്വിക്ക്ലി. ഇത് ശ്രദ്ധിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഈസി. ഇതൊരു ഇൻകംപ്ലീറ്റ് തോട്ടാണ്. അതായത് ഇതിന്റെ ബാക്കിയും കൂടെ പറയാതെ ഈ സംഭവം പൂർത്തിയാവില്ല. ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്, ഒരു സബോർഡിനേറ്റീവ് ക്ലോസ് ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്കും ഈക്വൽ ആയിട്ട് വരുന്നതാണ് ഇവിടെ ബിക്കോസ് ചേർത്തോണ സെന്റൻസ് അല്ലേ. ഇവിടെ ഓക്കെ, ഇതൊരു കംപ്ലീറ്റ് തോട്ടാണ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്, മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, the conjunction which joins subordinate clause to main clause is called subordinate conjunction because if since although. ഇതാണ് മെയിൻ ആയിട്ട് വന്നത് കേട്ടോ. അപ്പൊ രണ്ടിന്റെ മീനിങ് അത് തന്നെയാണ്. സ്ട്രക്ചർ ഈസ് ദ കീ. ആ വാക്ക് കണ്ടോ? അതായത് നമ്മുടെ തോട്ട് നമ്മുടെ സ്ട്രക്ചറിന്റെ അകത്തേക്ക് വരണം. അതായത് നമ്മൾ പഠിച്ചു വെച്ച ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപെൻഡന്റ് ക്ലോസും പഠിച്ചു വെച്ച ആ സ്ട്രക്ചറിന്റെ അകത്തേക്ക് നമ്മുടെ തോട്ട് കൊണ്ടുവരാനുള്ള നമ്മുടെ കഴിവ് വികസിപ്പിക്കുമ്പോഴാണ് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് വൺ. സ്ട്രക്ചർ ഈസ് ദ കീ. അപ്പോ നമ്മുടെ സ്ട്രക്ചർ ഇൻഡിപെൻഡന്റ് ക്ലോസ്, കോമ, ഡിപെൻഡന്റ് ക്ലോസ്. ശരിയാണോ അത്? ഫാൻ ബോയ്സിൽ കറക്റ്റ് ആണ് അല്ലേ? വെൽ ഡൺ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ഈ സെന്റൻസിന് അത് സ്ട്രക്ചർ ഉണ്ടെങ്കിലും ചില പ്രോബ്ലംസ് ഉണ്ട് അവിടെ. മെയിൻ ആയിട്ടും സെന്റൻസിൽ കാണുന്ന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാഗ്മെന്റ്സ്, റൺ ഓൺ സെന്റൻസസ്, ചോപ്പി സെന്റൻസസ്, സ്ട്രിങ്ങി സെന്റൻസസ്. ഇത് 4ഉമാണ് നമ്മള് കൂടുതൽ ശീലിച്ചേക്കണത് കേട്ടോ. ഓക്കെ, ഈ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് നല്ലോണം അറിയാവുന്ന സംഭവമാണ്. സോ അപ്പോ പക്ഷെ നമ്മുടെ തെറ്റ് എവിടെയാണ് നമുക്ക് നോക്കാം. ഫ്രാഗ്മെന്റ്സ്. ഫ്രാഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ് സെന്റൻസസ് ആണ്. There are incomplete because they lack either a subject or a verb or both. അപ്പോ ഒരു കംപ്ലീറ്റ് സെന്റൻസ് പറഞ്ഞ സംഭവം എന്തായിരിക്കും? ഒരു സബ്ജക്റ്റും വെർബും ചേർന്നായിരിക്കും അല്ലേ? Often fragments are result in writing in a hurry or being little careless. നമുക്ക് ഫ്രാഗ്മെന്റ് എന്താ നോക്കാം. നോക്കാം. On December 25, 1776, Washington has his troops across the icy Delaware River into Trenton, New Jersey. ഇതിനകത്ത് എന്താ മിസ്സായെന്ന് നോക്കി. The verb is missing. What did Washington do on December 25th? നോക്കുക. On December 25th, 76, ഈ സംഭവം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഓൺ എന്ന് പറയുന്ന സാധനം ഇതിന്റെ അവസാനം വന്നാൽ ആ സാധനം അവിടുന്ന് കട്ട് ചെയ്ത് ആ പ്രപ്പോസിഷൻ വന്നത് ആദ്യം ഇട്ട് കോമ ഇട്ട സംഭവം അല്ലേ? ഓർമ്മയുണ്ടോ? Well done. Very good. Washington led. അവിടെ ആ ഒരു വെർബില്ലാതെ വന്നതുകൊണ്ട് ഈ സംഭവം തെറ്റാണത്. ബേസിക്കലി അതിനകത്ത് എഞ്ചിൻ ഇല്ല അല്ലെ, നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഫ്രാഗ്മെന്റ്സ് വരുന്നത്. അപ്പൊ ആ സെന്റൻസ് വലുതാണ്, സെന്റൻസ് അത് മീനിങ് വലുതുണ്ടെങ്കിലും ഒരു വാക്കിന്റെ പുറത്ത് സെന്റൻസ് അല്ലാണ്ടാവുക ടോട്ടലി അത്. രണ്ടാമത്തെ നോക്കുക, ഫ്രാഗ്മെന്റ് നോക്കുക. റാഫേൽ ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് ബിഫോർ ഹിസ് മദർ കെയിം ഹോം ഫ്രം ദ ഗ്രോസറി സ്റ്റോർ. നമ്മൾ സാധാരണ ഞാൻ കുട്ടികൾ എഴുതി കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. എന്തുകൊണ്ട് സെന്റൻസ് തെറ്റ് നോക്കാം. ദ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ദ വേർഡ് ഇസ് എ ഫ്രാഗ്മെന്റ് ബിക്കോസ് ബിലോങ്സ് ടു വിത്ത് എ സെന്റൻസ് ബിഫോർ ഇറ്റ്. അവര് ബിഫോർ എന്ന് പറഞ്ഞ സാധനം അതിന്റെ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ വന്നിരിക്കണം. അപ്പൊ അത് ഫ്രാഗ്മെന്റാ.
അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഒരിക്കലും എഴുതുമ്പോൾ ഇങ്ങനെ സംഭവം എഴുതാൻ പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് സെന്റൻസ് റാഫേൽ ഹാഡ് ഫിനിഷ്ഡ് ഹോംവർക്ക്. അത് എന്ത് ടെൻസ് ആണ്? ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ past perfect. Well done. So impressed. Well done. Right. Good. Right. Okay. Raphael had finished his homework before his mother came home from grocery store. എന്താണ് തെറ്റെന്നും എന്തുകൊണ്ട് ശരിയാന്ന് പറഞ്ഞു. ഒരു കുത്താണോ തെറ്റിനുണ്ടാക്കി വെച്ച സെന്റൻസിനെ. Fragments. Purdue offers many major engineering, such as electrical, chemical, industry engineering. കണ്ടോ? അവിടെ അല്ല വേണ്ട, കോമ വേണ്ട. കാരണം അത് മറ്റൊരു സെന്റൻസ് അല്ല. കാരണം ഇതിന്റെ അകത്ത് ഹു ഓർ വാട്ട് എന്ന് വെച്ചാൽ എന്തിനാ ആൻസർ നോക്കിയേ? ഹു ഓർ വാട്ട് ഇല്ല. വാട്ട് അബൌട്ട് ഇറ്റ്? Yeah, we can make it, but not there, isn't it? Okay? അപ്പൊ ബേസിക്കലി നമ്മുടെ ആ തീം വെച്ച് നോക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. Will open the store at 10. Check subject plus verb. She will open the store at 10. Another fragment. Use this in the 3-part test to find out which of the following group of words are fragments and which are the complete sentences. ഇത് വേറൊരു മെത്തേഡിലാണ് നോക്കണം. നമ്മുടെ ഈ ഹൂർ വാട്ട് അബൌട്ട് വേറെ മെത്തേഡ് നോക്കിയോ? ഇത് കുറെ കൂടെ ആളുകൾ വേറെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ടേംസ് എന്ന് പറഞ്ഞ പോലെ ഗ്രാമറ്റിക്കൽ ടേംസ് പോലെ അവർ ഡയറക്റ്റ് കൊടുത്തതാണ്. നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. Does the group of the words have a subject? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അർത്ഥം സെന്റൻസ് അല്ലേ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റൻസ് അല്ലേ? Does it have a verb and does it express a complete thought? ഈ സംഭവത്തിന്റെ ബേസിക് കൺക്ലൂഡ് പറയുകയാണെങ്കിൽ ഹു ഓർ വാട്ട് അബൌട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെയിം മീനിങ് വേറെ രീതിയിൽ വരും അല്ലേ? പക്ഷെ നമുക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഫ്രാഗ്മെന്റ്. Does the group of words have a subject? മൂന്ന് നോക്കുക. Does it have a verb? Does it express a complete thought? Does it express a complete thought എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് വരുന്ന ആ മീനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബിഫോർ മുമ്പ് കണ്ടില്ലേ, അങ്ങനത്തെ സെന്റൻസ് ആണോ എന്നത് ചിന്ത തെറ്റാണ് കേട്ടോ. ഈ ബിഫോർ എന്ന് പറഞ്ഞാൽ ആദ്യം വന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് തോട്ട് ഇല്ല. അതാണ് അതിന്റെ അകത്ത് അവർ മീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അകത്ത് കേട്ടോ. The fragment raised by grandmother because both of her parents had died by the time she was 10. Because she felt strongly about struggles of children and minorities, Eleanor's resolve traveled all over the world. Important role in after long time run-on sentence. Right. Yeah, this sentence is 11 road traveled. Or what? 11 road. What about 11 road? Traveled all over the world. അത് മാത്രം സെന്റൻസ് ഉള്ളൂ. ബാക്കി 4 ഫ്രാഗ്മെന്റ് ആണ്. അതിൻ്റെ അകത്ത് ഹു ഓർ വാട്ടും വാട്ട് അബൌട്ട് ഉണ്ടാവില്ല. മറ്റു രീതി നോക്കുകയാണെങ്കിൽ ഈ 3 ഉണ്ടാവില്ല. കാരണം സെന്റൻസ് ബിക്കോസ് സ്റ്റാർട്ട് ചെയ്തേക്കണേ, അവിടെ അതിലെ എൻഡ് ചെയ്തേക്കണേ. അപ്പൊ തന്നെ അത് തെറ്റാണ്. ഇവിടെ ആഫ്റ്റർ സ്റ്റാർട്ട് ചെയ്തേക്കാണ്, അതവിടെ എൻഡ് ചെയ്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് വന്നിട്ടില്ല. Run-ons. Run-on is when 2 or more sentences are joined without connecting words or punctuation. നോക്കാം. ഇത് സാധാരണ എക്സാം പേപ്പറിൽ കാണുന്ന സംഭവമാണ്. അതായത് പിള്ളേരെ എഴുതാനുള്ള ആവേശത്തിന്റെ പുറത്ത് എഴുതി കുത്തമിടൂല. മാർഗർ ബ്രൂക്ക് വൈറ്റ് വാസ് എ ഫേമസ് ഫോട്ടോഗ്രാഫർ. ഷീ വർക്ക്ഡ് ഫോർ ലൈഫ് മാഗസിൻ ഡ്യൂറിംഗ് ദ വേൾഡ് വാർ II. അതിന്റെ നടുക്ക് കുത്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. കാരണം 2 സെന്റൻസ് ആണത്. 2 സെന്റൻസ് നമ്മൾ ചെക്ക് ചെയ്യണം എങ്ങനെയാ? ഹു ഓർ വാട്ട് അബൌട്ട് ഇറ്റ്. ഹു ഓർ വാട്ട് അബൌട്ട് ഇറ്റ്. Run-ons. 2 ways to revise run-on sentences. Make it 2 sentences. ഇപ്പോൾ സെന്റൻസ് run-on സെന്റൻസ് ആണെങ്കിൽ അത് ഒരു രീതിയിലും ജോയിൻ ആവണില്ലെങ്കിൽ 2 സെന്റൻസ് ആക്കി മാറ്റിയേക്ക. കുത്തിട്ട് സെന്റൻസ് തന്നെ മാറുമല്ലോ. അതന്നെ ഇവിടെ ചെയ്താണ് അവരല്ലേ.
Basically, two ways to revise run-on sentence. Use a comma and a coordinating conjunction such as and, but, or. The Chinese sometimes used kites in the religious ceremonies, comma, they usually use them for sport. Oh. എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയെന്ന് മനസ്സിലായി. പക്ഷേ ഫൺ വോയിസ് കോർഡിനേറ്റിംഗ് കണ്ടീഷൻ ഇല്ല. വെൽ ഡൺ. ആ കോർഡിനേറ്റിംഗ് കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ ആ കോർഡിനേറ്റിംഗ് കണ്ടീഷൻ ആയിരിക്കും അതിന്റെ ഈ സെന്റൻസിന്റെ അർത്ഥവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനം അല്ലേ? വെൽ ഡൺ. നോക്കിയേ, although getting married is easy, but staying married is another matter. Well done. ആരെയും കൊള്ളാം. അപ്പോ അതായത് although but അതിനകത്ത് ഏറ്റവും അവസാനം രണ്ട് രീതി അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഗെറ്റിംഗ് മാരീഡ് ഇസ് ഈസി, ബട്ട് സ്റ്റേയിങ് മാരീഡ് ഇസ് അനദർ മാറ്റർ. കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് എഴുതിക്കാണ്. സെയിം സെന്റൻസ് തന്നെ ഒരു മീനിങ് വ്യത്യാസം ഇല്ലാതെ കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. Although getting married is easy, staying married is another matter. വേറെ രീതിയിൽ പറയുന്നത് staying married is another matter, although getting married is easy. അപ്പൊ കോമ ഇല്ല. അപ്പൊ അത് തന്നെ. അപ്പൊ നമ്മള് പഠിച്ചിരുന്നു, too many short simple sentences can make the writing ideas seem disconnected. അതായത് എന്തുകൊണ്ട് നമുക്ക് ഐഡിയാസ് കംപ്ലീറ്റ് ഷോർട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോർട്ട് ആയ സെന്റൻസിൽ കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഡിസ്കണക്ട് ആയി പോകാൻ ശ്രദ്ധിക്കുക, നമ്മൾ പറയാൻ പോകുന്ന ഐഡിയ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് എഴുതിയേ പറ്റുള്ളൂ. നോക്കാം. She took a dance classes. She had no sense of rhythm. She gave the idea of being a dancer. മൊത്തം വായിച്ചു നമ്മളല്ലേ, നമുക്ക് ഇനി അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് തിരിച്ചു പോകണം. സോ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദി ഐഡിയാസ്, ആ വാക്ക് ശ്രദ്ധിക്കുക, ഐഡിയാസ്, ബൈ യൂസിങ് വേർഡ്സ് ദാറ്റ് ഷോ കോസ് ആൻഡ് എഫക്ട് ആൻഡ് വേർഡ്സ് ദാറ്റ് ഷോ കോൺട്രാസ്റ്റ്. ഷീ ടുക്ക് ക്ലാസസ്, but she had no sense of rhythm, so she gave up the idea of being a dancer. Okay. Correct. ആ സോയും ബട്ടറും മുമ്പ് എന്തിനാ കോമിട്ടെ? ഫാൻ ബോയ്സ് നമ്മൾ ഇതുവരെ ഒരു ഫാൻ ബോയ്സ് പഠിച്ചായിരുന്നുള്ളൂ. ഫർദർ ഫീൽഡിലേക്ക് നമ്മൾ വേറെ സെൻസിന് ആഡ് ചെയ്യുമ്പോഴും അതിന്റെ മീനിങ്ങിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ല. ഉണ്ടോ? The boy asked her father a question. The boy is 5 years old. The question was about death. 5 years boy asked his father a question about death. ശരിയല്ലേ? ഈ മീനിങ്ങും നമ്മൾ ശരിയാണ്. നോക്കിയ ഈ മൂന്ന് സെന്റൻസിനെ ഈ ഒറ്റ സെന്റൻസിന്റെ അകത്തേക്ക് നോക്കിയേ. The 5-year-old boy asked his father a question about death. For what? The 5-year boy. What about the 5-year boy? Asked his father a question about death. Sentence ഒരു തെറ്റുമില്ല അല്ലോ. ഇവിടെ എന്താണ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് സിമ്പിൾ സെന്റൻസ് വന്നതിനെ ചോപ്പ് ചെയ്തിട്ട് ഒറ്റ സെന്റൻസ് ആക്കി വെച്ചു മാത്രമേ ഉള്ളൂ. Stringy sentences. Sentences with many independent clauses, usually connected with and, but, so, and, because, forming one long sentence. Stringy sentence. My family left our homeland and we lived our refugee camps for several months, but finally we got our documents, so we traveled to Canada and we live there now. ആ ഒരു സെന്റൻസ് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റൂല. ശരിയല്ലേ? ഈ സെന്റൻസ് എടുത്ത് നോക്കാം. മൈ ഫാമിലി ലെഫ്റ്റ് ഹോംലാൻഡ്. ഫോർ വാട്ട്? മൈ ഫാമിലി. വാട്ട് അബൌട്ട് മൈ ഫാമിലി ലെഫ്റ്റ് ഹോം? സിമ്പിൾ സെന്റൻസാ, കുഴപ്പമില്ല. കോമ ഇട്ടു, ആൻഡ് ഇട്ടു. ഫോർ വാട്ട്? വി. വാട്ട് അബൌട്ട് വി? ലീവ്ഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ് 7 months. ഓക്കെ, അത് സിമ്പിൾ സെന്റൻസ് ആണ്. ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ച് കോട്ട് ചെയ്തു, കോമ ഇട്ടു, ബട്ട് ഇട്ടു.
finally we got our documents. Okay, what about we? What are the documents? Okay, finally, that's fine. So we travel. What about we travel to Canada? ശരിയാണത്. And what about we live there now? Okay. അപ്പോ നമുക്ക് ഈ ഫാൻ ബോയ്സ് മൊത്തം വെച്ച് വേണമെങ്കിൽ നമുക്ക് നിർത്താതെ ഒരു ഒറ്റ പാരാഗ്രാഫ് സെന്റൻസിൽ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ട്രിക്ക്. അതിന് തെറ്റില്ല, എല്ലാ സെന്റൻസും ശരിയാ. ഫാൻ ബോയ്സ് വെച്ച് അങ്ങനെ നമുക്ക് എഴുതാം, നോ വറീസ്. വാക്കിന്റെ പക്ഷേ അതിനാണ് സ്ട്രിങ്. അതായത് ഇത് ബുദ്ധിയില്ലാത്തവർക്ക് എഴുതാൻ കാര്യമാണ്. ഈ സെയിം മീനിങ് തന്നെ, ഈ സെയിം ഐഡിയ തന്നെ കോംപ്ലക്സ് സെന്റൻസ് എഴുതി വായിച്ചു നോക്കിയേ. After my family left our homeland, we lived in a refugee camp for 7 months. As soon as we got our documents, we traveled to Canada, where we live now. As soon as we got our documents, we dependent clause. We traveled to Canada. We independent clause. Where we live now, we dependent clause. അല്ലേ? ബാസ്കറ്റ് ഫ്രണ്ടിലും ബാക്കിലും വെച്ചേക്കണം. ഉണ്ടോ? അപ്പൊ ആഫ്റ്റർ മൈ ഫാമിലി ലെഫ്റ്റ് ഹോം. അപ്പൊ ഈ മുകളിലത്തെ സെന്റൻസും താഴത്തെ സെന്റൻസും, മുകളിലത്തെ സെന്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എഴുത്ത് എഴുതാൻ ഉപയോഗിക്കാം. താഴത്തെ സെന്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ മനോരമയിലെ അച്ചടിച്ച ഭാഷ എഴുതത്ത് അല്ലേ? സെയിം രണ്ട് കാര്യങ്ങളും കൊടുത്തതിന് സെയിം മീനിങ് ആണ്. പക്ഷെ വായിക്കുമ്പോൾ താഴത്തേലാണ് റിച്ച് ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട്, കൺട്രോൾഡ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് സെന്റൻസ് ഉണ്ടാക്കിയിരിക്കണം അല്ലേ? സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്ന് വെച്ചാൽ വി ഹാവ് ടു ബി ഇൻ ദ ഡൗൺ ഹിയർ. ഓക്കെ, നമുക്ക് ഇതുണ്ടാക്കാൻ അറിയാം. സോ വി നീഡ് സം സ്കിൽസ്. അപ്പൊ അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്ന സംബന്ധം നോക്കിയേ. ആഫ്റ്റർ, as soon as, അതിന്റെ മീനിങ് നമുക്ക് ഓർക്കത്തിൽ പോലും വിളിച്ചാൽ പറഞ്ഞ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് സെന്റൻസിലെ ടൈം. Yeah, that's right. Well done. That's good. Independent clauses. സെയിം സാധനം തന്നെയാണ്, നമ്മൾ വേറൊരു ആംഗിളിലും നോക്കുന്നത് കേട്ടോ. കാരണം ഞാൻ 2 ദിവസം പഠിപ്പിക്കാതിരുന്ന എനിക്കും ആ ഫ്ലോ അങ്ങ് പോയി. എനിക്കും ഇപ്പൊ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കാനിരുന്നെങ്കിൽ എനിക്കും ആ ഫ്ലോ. അതെന്താന്ന് ചോദിച്ചാൽ സാർ, നമ്മൾ വർക്കും കൂടെ ചെയ്യുമ്പോഴേ ചില മടുപ്പും ഉണ്ടാകും. പിന്നെ അത് എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ വരുമോന്നുണ്ട് ഉറപ്പൊന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് എന്നെങ്കിലൊക്കെ ഇച്ചിരിയെങ്കിലും നോക്കുന്നത്. ഇതിപ്പോ അത് ഞാൻ സാറിന് ഞാൻ മെസ്സേജ് വിട്ടില്ല, അതിന് മുമ്പ് വരികയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എന്താ പ്രശ്നം? കാരണം എനിക്കും കണ്ടിന്യൂറ്റി പോവേ ഇപ്പൊ ഓക്കെ. അപ്പോ ഇൻഡിപെൻഡന്റ് ക്ലോസസ്. A clause is a group of words containing subject and a verb. നമ്മൾ പഠിച്ച സംഭവം തന്നെ അല്ലേ? Some clauses stand alone as a sentences. This kind of sentence is called independent clause. A simple sentence is one independent clause. നമുക്ക് സെന്റൻസ് നോക്കാം. ഇതിന്റെ അകത്ത് as soon as we got our documents dependent clause ആണ് അല്ലേ? ഇതിനകത്ത് ഒരു സിമ്പിൾ സെന്റൻസ് വി ട്രാവൽ ടു കാനഡ എന്നുള്ള വരും. ഇത് ഒരു ഡിപെൻഡന്റ് ക്ലോസ്. അപ്പൊ അപ്പൊ ബേസിക്കലി അസുനാസ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിൾ സെന്റൻസാ, ഇത് സിമ്പിൾ സെന്റൻസാ, ഇത് സിമ്പിൾ സെന്റൻസാ. അതിന് വേറും അസുനാസും കോമയും വെച്ച് ആഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. സോ വി ആർ നെറ്റിംഗ് അപ്പ്. സോ വാട്ട് ആർ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് സെന്റൻസസ്? നമുക്കറിയാവുന്ന സംഭവമാണത്. ഫാൻ ബോയ്സ് നമ്മുടെ ഭാഷ നമുക്ക് കാണാനറിയാം. We will distinguish 3 ways of creating compound sentences. First type. Fan boys adverbial conjunction. Well done. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് ഫാൻ ബോയ്സ് അല്ലേ? ഈ എക്സാമ്പിൾസ് പഠിക്കാം കേട്ടോ. Okay, just read couple of times. Second type. നമ്മൾ പഠിച്ച സംഭവം തന്നെ സെമിക്കോളം വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും 2 സിമ്പിൾ സെന്റൻസ്. ഓക്കെ, ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ സെമിക്കോളൻ ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്.
ഓ കണ്ടോ? ഓ അതായത് ഈ എസ് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ എഴുതില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ടോം ലവ്സ് റിക്ക സെമി കോളൻ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഷീ നമ്മൾ ഏതാ കൺഫ്യൂഷൻ കൂടും, എഴുതാൻ പാടില്ല. ഓ കാരണം അത് ഒരു സിമ്പിൾ സെന്റൻസ് ആണത്, ഒറ്റ കോമ്പൗണ്ട് സെന്റൻസ് ആണത്. ഓ Two independent clauses are in the following way: sentence, semicolon, sentence connected, comma. പല പല പേരുകളിലാണ്. ഓക്കെ, സെന്റൻസ് കണക്റ്റഡ് such as however and therefore. നമ്മളിപ്പോ കണ്ടാണ് സംഭവം അല്ലേ? ഇത് പഠിക്കാം കേട്ടോ. മോർ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആൻഡ് എന്നാണ്. വെൽ ഡൺ. ഫർദർ മോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആൻഡ് എന്നാണ്. however എന്ന് പറയുന്നതിന്റെ അർത്ഥം ബട്ടൺ ആണ്. അതർവൈസ് ഓർ ഇൻ സെൻസ് ഓഫ് ഇഫ് നോട്ട്, therefore so in sense of as. അപ്പോ ഇപ്പുറത്തും അപ്പുറത്തും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അതിന്റെ വേറെ വാക്കുകളാണ് കേട്ടോ. അപ്പോ ഇത് വേർഡ് കണക്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ വന്നേക്കാം, പക്ഷെ ഇത് സെന്റൻസിന് രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. മൂത്ത വാക്ക് ശ്രദ്ധിക്കുക, സെന്റൻസ് കണക്റ്റഡ്. So we have to be studied very carefully with the meaning. Okay. അതിന്റെ എക്സാമ്പിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ നേരത്തെ കണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മോർ ഓവർ, ഫർദർ മോർ, ഹവർ, ദെർഫോർ, അതർവൈസ്. അപ്പോ ഇത് മോർ ഓവർ, ഫർദർ മോർ, ഹവർ, ദെർഫോർ, അതർവൈസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വേറെ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്താന്ന് നോക്കാണ്. ഡിപ്പെൻഡന്റ് ക്ലോസ് എന്താ നമുക്ക് അറിയാം. നമുക്ക് ഇപ്പൊ നല്ലോണം പറഞ്ഞു തറവായല്ലേ. ഇതെല്ലാം ഡിപ്പെൻഡന്റ് ക്ലോസസാ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാൻ വർക്ക് 20 hours for a day, who cannot work around the clock, before the company star robots, because the production meet bias, the robots were hero there, whether any assemble watches or lift automobile. അതെല്ലാം ഡിപ്പെൻഡന്റ് ക്ലോസ്. എന്തുകൊണ്ടാണ് ഡിപ്പെൻഡ് വേർഡ് ആദ്യം മാറ്റുന്നുണ്ട് അല്ലേ? Well done. Independent clause can be connected to independent clause in order to make a complete sentence, which is called a complex sentence. Independent clause, dependent clause, independent clause, dependent clause. അത് മൊത്തം കൂടുമ്പോ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് വരും. ഇതിന് വേറൊരു ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയിരിക്കുകയാണ്. അതായത് ഡിപ്പെൻഡന്റ് ക്ലോസ് ടെൽസ് why, when or where or introduce an opposite idea. ഒരു കോൺട്രവേഴ്സി അല്ല, ഒരു ഡിഫറെന്റ് വ്യൂ ആണ്, ഡിഫറെന്റ് രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് എന്തായിരിക്കാം പറയുക? വൈ എന്നോ, എപ്പോഴാന്നോ, എങ്ങനെയാന്നോ, എവിടെയാന്നോ, അതല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഐഡിയ ആയിരിക്കും പറയുക എപ്പോഴും. നമുക്കിപ്പോ നോക്കാം. ടു ടെൽ വൈ. വൈ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് കണ്ടോ? ടു ടെൽ വൈ, ബിക്കോസ്, സിൻസ്, ആസ്. കാരണം, ബിക്കോസ്, വൈ, കണ്ടോ? അപ്പൊ ആ മൂന്നും വൈ എന്ന മീനിങ്ങിന്റെ അകത്താണ് ബിക്കോസ്, സിൻസ്, ആൻഡ്, ആസ് ഉപയോഗിച്ചാണ്. നോക്കാം, രണ്ടാമത്തെ ടൈപ്പ് കൊടുത്തിരിക്കുകയാണ്. ടു ടെൽ വെൻ ആൻഡ് വെയർ. When, whenever, since, while, as soon as, after, before, whenever. രണ്ടാമത്തെ മോഡലില് when, whenever, since കാലഘട്ടം, while, as soon as, after, before, wherever. കണ്ടോ? അതെല്ലാം ആ tell, when and where. Introduce an opposite idea. Although, though, even though. Although, though, even though. Okay. Condition. അടുത്ത നോക്കുക, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്. ടൈം ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ്. ടൈം എന്ന് പറയുമ്പോൾ as soon as വേറൊരു ഫോർമാറ്റിൽ എഴുതി വെച്ചിരിക്കണം. സോ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ എളുപ്പമുണ്ട്. റീസൺ, ആസ്, ബിക്കോസ്, സിൻസ്, പർപ്പസ്, ഇൻ ഓർഡർ, സോ ദാറ്റ്, പ്ലേസ്, വേർ, വേറെവർ, കോൺട്രാസ്റ്റ്, ഓൾ, ദ, ഈവൻ, ദ, വൈൽ, കണ്ടീഷൻ, as if, even if, is, and. ഈ ഫോർമാറ്റിലാണ് നമ്മൾ പഠിച്ചത് സാറേ. നമ്മൾ പഠിച്ചത് സെയിം ഫോർമാറ്റാണോ? പിന്നെ കണ്ടീഷൻ, കൺസെഷൻ, കമ്പാരിസൺ ഇത് സെയിം തന്നെയാണ്. ഓക്കെ.
ഒരെണ്ണം മാത്രമില്ല എന്നുള്ളു, കൺസെഷൻ. ഓക്കെ അല്ലേ? കൺസെഷൻ അതിൻ്റെ അകത്തില്ല അല്ലേ? ഓക്കെ. കണക്ടേഴ്സ്, കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്, ഫാൻ ബോയ്സ്, പെയർഡ് കൺജക്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. സെന്റൻസ് കണക്ടേഴ്സ്, ഇതെന്താ മനസ്സിലായി? സെന്റൻസ് കണക്ടേഴ്സ് എന്തെന്ന് മനസ്സിലായി? അതായത് നമ്മൾ ഈ എസ് എഴുതുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഫൈനലി കോമ, എന്നിട്ട് മാറ്റർ ചെയ്തില്ല നമ്മള്. ഓൾസോയും ഫൈനലി ഒക്കെ എപ്പോഴും. ഓക്കെ. അതുപോലെ ഹവർ, നമ്മൾ സെന്റൻസ് കഴിഞ്ഞിട്ട് ആ വാക്ക് ശ്രദ്ധിക്കാനായിട്ട് സെന്റൻസ് കണക്ടേഴ്സ്, അതായത് മുമ്പ് പറഞ്ഞ സെന്റൻസിനെ അത് കഴിഞ്ഞ് പറഞ്ഞ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത്. ഇത് മുമ്പ് പഠിച്ചെന്തൂട്ടാ? സെന്റൻസിന്റെ അകത്തുള്ള വാക്കുകൾ കണക്ട് ചെയ്യാനാണ് അല്ലെ? അത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് എന്ന് പറയും. സെന്റൻസിന്റെ അകത്ത് തന്നെയാണ് ഇത്. രണ്ട് ഫാൻ, ഇതിന്റെ ഉപയോഗം ശരിക്കും പറയാം ഫാൻ ബോയ്സിന്റെ മറ്റൊരു ഉപയോഗമാണ് അല്ലെ? സെന്റൻസുകൾ തമ്മിൽ സെന്റൻസ് കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എടുക്കാം, ഐഡിയാസിനെ കണക്ട് ചെയ്ത് വായിക്കുന്ന ഈ ആൾക്ക് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. ഫർദർ മോർ, പിന്നെ നമ്മൾ നമ്മുടെ സെന്റൻസ് യൂസ് ആയിട്ട് എഴുതും. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, അതർവൈസ്. അപ്പൊ സെന്റൻസ് കണക്ടേഴ്സ് നമ്മൾ ഓവറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ നമ്മുടെ IELTS എക്സാമിന് കാണുമ്പോൾ നമുക്ക്. പ്രിപ്പോസിഷൻ, അതർ ട്രാൻസാക്ഷൻ എക്സ്പ്രഷൻസ്. അതൊരു വലിയ വാക്കാണ്, പക്ഷെ അവർക്ക് പേടിക്കൊന്നും വേണ്ട. ആദ്യം പറയണ വാക്കിന് ഉദ്ദേശിച്ചാൽ മതി. ഞാൻ പണ്ടും പറയാം, ഞാൻ എന്നെ എക്സാം എഴുതുവാണെങ്കിൽ അക്കോർഡിംഗ് ടു ജിയോ സെബാസ്റ്റ്യൻ എഴുതുമായിരുന്നു എക്സാം എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ വ്യൂ, ഐ തിങ്ക്, ഐ ബിലീവ്, ഐ ഫീൽ. ഇത് ട്രാൻസാക്ഷൻ എക്സ്പ്രഷൻസ് ആണ്, സെന്റൻസിൽ വരുന്നതാണ്. ആർഗ്യുമെന്റേറ്റീവ് എസ്സേയിൽ എഴുതാം അല്ലേ? ഒപ്പീനിയൻസ്, കൺക്ലൂഷൻസ്. ഒപ്പീനിയൻസ് പറയുമ്പോ ഇൻ മൈ വ്യൂ നമ്മൾ ഇതില്ല, അതായത് അവസാനം, അതായത് ആ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫിന്റെ നമ്മൾ തിസിസ് സ്റ്റേറ്റ്മെന്റ് എഴുതില്ലേ? കൺക്ലൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ടൈം വന്നത്, അതായത് ഫസ്റ്റ്ലി, ഫസ്റ്റ് ഓഫ് ഓൾ, സെക്കൻഡ്, നെക്സ്റ്റ്, ആഫ്റ്റർവാർഡ്, ലേറ്റർ, ഫൈനലി. അപ്പൊ ഇത് ആ സംഭവത്തിന് വേറൊരു ഓർഡറിലാക്കി നമുക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ നോക്കുമ്പോൾ ഈസി ഉണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. Order of importance. First, the most important reason is conclusions. Special order. End of sentence punctuation. Put a period. Period എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. Full stop in the end of the comma statement. നമുക്കറിയാം. The flowers are beautiful in the spring. Put a question mark after the question. Put an exclamation mark, point a strong feeling. നമ്മൾ ഏതായാലും ക്വസ്റ്റ്യൻ മാർക്കും എക്സ്പ്ലനേഷൻ മാർക്കും നമ്മുടെ IELTS എക്സാമിന് ഉപയോഗിക്കണ്ട കേട്ടോ. കോമാസ്, ഇത് നമ്മൾ കാണാപ്പടം പഠിക്കണം. ഓക്കെ, ഈ എക്സാമ്പിൾ എടുക്കുന്ന നമ്മൾ കാണാപ്പടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തെറ്റുണ്ടാവില്ല. ഇതാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അകത്ത് ആയത്തൊന്ന് നോക്കാം. ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ സീരീസ്. ഈ കോമയും നമ്മുടെ ഫാൻ ബോയ്സിന്റെ കോമയും നമ്മൾ വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മുടെ സെന്റൻസ് കോമയിൽ സ്വല്പം വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ടു സെപ്പറേറ്റ്, സോറി, to separate the day of the month from the year, after the year. Americans declared their independence from England July 4th, 1976, Philadelphia. Separate the day of the month. July 4th എന്നുള്ള സംഭവം ഫ്രം ദ ഇയർ ഇന്ന് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, രണ്ടാമത്, ഇഫ് നോ ഡേ ഇസ് ഗിവൻ, നോ കോമാസ് ആർ നെസസറി.
ഇവിടെ ജൂലൈ 4th അല്ല ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ളൂ. വേണ്ട. ജൂലൈ എന്ന് എഴുതിയേക്കാണെങ്കിൽ കോമ വേണ്ട. ഇവിടെ ജൂലൈ 4th സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡേ പറഞ്ഞിരിക്കുക നമ്മളോട്. ഇവിടെ ജൂലൈ എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, അവിടെ മന്ത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ അതിന് കോമയുടെ ആവശ്യമേ ഇല്ല. To separate the parts of an address in a sentence. To separate the parts of an address in a sentence. My address is 401 Street, comma, at New York, comma. Full address പറയാനായിട്ട് കേട്ടോ. To separate a street name from an apartment number and the city from the state in the post address. 401, comma, apartment, comma. നമ്മൾ ഇങ്ങനെ ഈ തിയറി കാണാൻ പറ്റും. ഈ എക്സാമ്പിൾ പഠിച്ചു നമുക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ബിഫോർ എ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഇൻ എ കോമ്പൗണ്ട് സെന്റൻസ്. ഫാൻബോയ്സിന്റെ ഇതല്ലേ സോറി. ശരി. ആഫ്റ്റർ സെന്റൻസ് കണക്ടർ ഇൻ എ കോമ്പൗണ്ട് സെന്റൻസ്. ഇതാണ് സെന്റൻസ് കണക്ടർ പഠിച്ചത്. അപ്പൊ ആ സെന്റൻസ് കണക്ടർ എങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ കണ്ടില്ലേ. സെമികോളൻസ് ആർ യൂസ്ഡ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 2 സിറ്റുവേഷൻ സെമികോളൻ ഉപയോഗിക്കണം. ഒന്ന് നമ്മൾ പഠിച്ചു, സെമികോളൻ ഇട്ടിട്ട് ഇത് പറയും, മറ്റേ സെമികോളൻ ഇട്ട് പറയും. ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. കൊട്ടേഷൻസ് ആർ മാർക്ഡ്. നമ്മൾ ഉപയോഗിക്കേണ്ട. അതിനകത്ത് എന്താ വന്നാണ് അതിനകത്ത് കളഞ്ഞത് മാത്രമല്ല കേട്ടോ. നമ്മുടെ എക്സാം ഹാളിൽ കൊട്ടേഷൻസ് ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ പണിയാവോ? ഇത് വായിക്കാവോ? തീർച്ചയായിട്ടും. കുറച്ച് എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ സ്ലൈഡ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പഠിക്കാവുന്ന എല്ലാം പഠിച്ചോ, ആ എക്സാമ്പിൾസ് പഠിച്ചോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ കാണാം. നാളെ ഞാനൊരു 10:30 ആകുമ്പോ 10:30 ആകുമ്പത്തേന് കാരണം 10:15 ഞാൻ വീട്ടിലെത്തുമ്പോ അത് ഞാൻ റഷ് ചെയ്യാം. നമുക്ക് വെള്ളിയാഴ്ച കാണാം കേട്ടോ. നമ്മൾ അപ്പൊ ഇന്ന് നാളെ ഇന്ന് ഇരുന്നിട്ട് ആദ്യം ഞാൻ കാണിച്ച സ്ലൈഡ് പഠിച്ചോ. നാളെ ഇരുന്നിട്ട് രണ്ടാമത് കണ്ട സ്ലൈഡ് തറവായിട്ട് പഠിച്ചോ. മൊത്തം ഒരു റിഫ്രഷ് ആയിട്ട് മാറിക്കോളും കേട്ടോ. സാറേ ഞാനൊരു കാര്യം ചോദിച്ചത്, സാറ് അറിഞ്ഞത് എനിക്കറിയത്തില്ല. ഈ കേംബ്രിഡ്ജിലും ബോസ്റ്റണിലും കണ്ട് എന്തോ ഓപ്പൺ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടായിരുന്നു സാറ്? ഇല്ല. എന്നിട്ട് NHS അവര് എന്തോ ഓപ്പൺ ഇന്റർവ്യൂ നടത്തുന്നുണ്ടെന്ന്. കേംബ്രിഡ്ജ് എവിടെ? കേംബ്രിഡ്ജ്